ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി 12-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെയ്പ്പിൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെയ്പ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. 2 തരം വൃക്ഷങ്ങളെക്കുറിച്ച് നാം കാണുന്നു. ഒന്ന്, നല്ല ഫലം നൽകുന്ന നല്ല വൃക്ഷങ്ങൾ. 2, ചീത്ത ഫലം നൽകുന്ന ചീത്ത വൃക്ഷങ്ങൾ. വളരെ വ്യക്തമായി കർത്താവ് ഇവിടെ പറയുകയാണ്, ചീത്ത വൃക്ഷങ്ങൾക്ക് നല്ല ഫലമോ നല്ല വൃക്ഷങ്ങൾക്ക് ചീത്ത ഫലമോ പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. കാരണം വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. 34-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് സർപ്പസന്തതികളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നാം കാണുന്നു. പ്രത്യക്ഷത്തിൽ പരീശന്മാരെയും സദൂക്യരെയുമാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ സർപ്പസന്തതികളെ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ 2 പ്രധാന അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സർപ്പത്തെ നമുക്കറിയാം, വായിലെപ്പോഴും വിഷം കൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ്. പ്രകോപിപ്പിച്ചാൽ അല്ലെങ്കിൽ ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ അതിൻ്റെ വിഷം അത് പുറപ്പെടുവിക്കും. രണ്ടാമതായി, ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിനെ പാമ്പിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. സർപ്പസന്തതികളെ എന്നാൽ പിശാചിൻ്റെ സന്തതികളെ, സാത്താൻ പിതാവായിരിക്കുന്നവരെ എന്നാണ് അർത്ഥമാക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ഇതേ വാക്ക് പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ, ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേഷ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വരും. അന്നുവരെ ആരോടും പറയാതെ വെച്ചിരുന്നതെല്ലാം അവർ പോലും അറിയാതെ അവർ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നാണ് വായ സംസാരിക്കുന്നത്. 35-ാം വാക്യത്തിൽ, നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. നിക്ഷേപം എപ്പോഴും വളരെ ഭദ്രമായി അകത്തെ മുറിയിൽ, അലമാരിയുടെ അകത്തെ അറയിലാണ് എല്ലാവരും സൂക്ഷിക്കുക, അല്ലേ? എന്താണ് നമ്മുടെ നിക്ഷേപം? എന്താണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആരെയും കാണിക്കാതെ നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വഭാവം? നല്ല നിക്ഷേപമാണോ അത്? ന്യായവിധി ദിവസത്തിൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് കർത്താവ് വളരെ വ്യക്തമായി 36-ാം വാക്യത്തിൽ പറയുന്നു. എവിടെ നിന്നാണ് നമ്മുടെ വാക്കുകളുടെ ഉത്ഭവം? എന്തുകൊണ്ടാണ് അശുദ്ധമായത് നാം സംസാരിക്കുന്നത്? നമ്മുടെ നിക്ഷേപം നല്ലതല്ല. ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ദുർനിക്ഷേപങ്ങളാണ്. 37-ാം വാക്യം വളരെ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നീതീകരണം എന്ന വാക്ക് സുവിശേഷങ്ങളിൽ വളരെ വിരളമായേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ വളരെയധികം കാണപ്പെടുന്ന
ഒരു വാക്കാണ് നീതീകരണം. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഉള്ള വിടുതലിനെ ഒരു കോടതി ഭാഷയിൽ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് നീതീകരണം. രക്ഷയ്ക്കുള്ള മറ്റൊരു പദമാണ് എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. നിങ്ങൾ നന്നായി സംസാരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നല്ല ഇവിടെ യേശു പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. യേശു ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമല്ല എങ്കിൽ, അഥവാ പിശാചുമായി ബന്ധമുള്ളതാണ് നിങ്ങളുടെ നിക്ഷേപം എങ്കിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കും. വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എങ്ങനെയാണോ അത് പുറത്തു വന്നുകൊണ്ടിരിക്കും. നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടും എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് സൂക്ഷിച്ചിരിക്കുന്നുവോ അതിനാൽ നിങ്ങൾ വിധിക്കപ്പെടും എന്നാണ് കർത്താവ് പറയുന്നത്. അന്തരേന്ദ്രിയങ്ങളെയും ഉൾപ്പൂവുകളെയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ശോധന ചെയ്യുമ്പോൾ നാം ശിക്ഷാപാത്രരാകാതിരിക്കട്ടെ.